അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാഹത്തുൽ ഇൽമിൻ്റെ റമളാനുമായി ബന്ധപ്പെട്ട ഒരു പോഡ്കാസ്റ്റിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു റമളാൻ എന്നതാണ് നമ്മുടെ വിഷയം. ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വിഷയകമായി നമുക്ക് വിശദീകരണങ്ങൾ നൽകുന്നതാണ്. ഉസ്താദെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു റമളാൻ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാഷാ അല്ലാഹ്, നമ്മുടെ പോഡ്കാസ്റ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു റമളാൻ എന്ന ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത് നബിയുടെ കൂടെ എന്ന് പറയുമ്പോൾ നബിയുടെ സുന്നത്തിൻ്റെ കൂടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അറിയാമല്ലോ. ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുക്കാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. അതിലൊന്ന്, സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വ ഇൻ തുതിഊഹു തഹ്തദു. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നബിയെ പിൻപറ്റുന്നതിലാണ് ഹിദായത്തുള്ളത്. അതിൻ്റെ അർത്ഥം നബിയുടെ ചര്യയെ ഒഴിവാക്കിയാൽ അവർ വലാലത്തിലാണ്. അതുകൊണ്ട് തന്നെ റമളാനുമായി ബന്ധപ്പെട്ടും നോമ്പുമായി ബന്ധപ്പെട്ടും മറ്റേതൊരു ഇബാദത്തുമായി ബന്ധപ്പെട്ടും നമ്മൾ പ്രഥമമായി മനസ്സിലാക്കേണ്ട കാര്യം നബിയുടെ ചര്യയെ പിൻപറ്റിയാലേ ഹിദായത്തിൻ്റെ വഴിയിലെത്താൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്തതെല്ലാം വലാലത്തിൻ്റെ വഴിയാണ്. അതാണ് അതിലുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, നമുക്കറിയാം, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹുവിന് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്ത വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെയുള്ള ഒരു ശ്രേഷ്ഠത ഈവൻ മറ്റു അമ്പിയാക്കൾക്ക് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ദറജ ഒരാൾക്ക് മാത്രമാണ്. അതാർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അഷ്റഫുൽ ഖൽഖ് എന്നാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശേഷണം നൽകുന്നത്. ഇത് സ്വഹാബികൾ നൽകിയ വിശേഷണവുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ പറയുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വ ദക്കറല്ലാഹ കസീറ. ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാനും ഏറ്റവും നന്നായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് നബിയിലാണ് ഉത്തമമായ മാതൃകയുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നോമ്പ് നോറ്റു, അതൊക്കെ ആ നിലക്ക് തന്നെ മനസ്സിലാക്കി നമ്മൾ അമലാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് വലിയൊരു ഫള് നമുക്ക് ഇരുലോകത്തും നേടിത്തരുന്ന കാര്യമാണ്. ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ വശം. മൂന്നാമത്തെ വശം, മനുഷ്യന്മാരിൽ പല ആളുകളും അവർ ധരിച്ചു വെച്ചിട്ടുള്ളത് അവരുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾക്കനുസരിച്ച്, ഇഷ്ടമനുസരിച്ച്, അവർക്ക് തോന്നുന്ന ഒരു ഇഖ്ലാസിൻ്റെയും തഖ്വയുടെയും അടിസ്ഥാനത്തിലൊക്കെ പല കാര്യങ്ങളും ചെയ്യാമെന്നൊരു ധാരണ ആളുകൾക്കുണ്ട്. അവിടെ നബിയുടെ ചര്യയെ പിൻപറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അല്ലല്ലോ നമ്മൾ കൂടുതൽ ചെയ്യേണ്ടതില്ലേ, നമ്മളതിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടതില്ലേ തുടങ്ങിയ ചിന്തകളാണ് ആളുകൾക്കുള്ളത്. ഈ ഒരു ധാരണയെ തിരുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യമാണ്. ഞാൻ ഒരു 2 ഉദാഹരണം പറയാം വിഷയം മനസ്സിലാക്കാൻ വേണ്ടി. അതിലൊന്ന്, ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ജനാബത്തുകാരനായി ഫജ്റിൽ പ്രവേശിച്ചാൽ, എന്ന് പറഞ്ഞാൽ ജനാബത്തുകാരനാണ്, ശുദ്ധിയായിട്ടില്ല, പക്ഷേ സുബൈ ബാങ്ക് കൊടുത്തു, ആ രൂപത്തിൽ എനിക്ക് നോമ്പ് നോൽക്കാമോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഞാനങ്ങനെ നോമ്പ് നോൽക്കാറുണ്ട്, വലിയ അശുദ്ധിയിലായിരിക്കും, ബാങ്കിന് ശേഷം നമസ്കരിക്കുന്നതിന് മുമ്പാണ് ഞാൻ കുളിക്കാറുള്ളത്. അപ്പോൾ നോമ്പ് നോൽക്കാൻ ജനാബത്ത് ഒരു തടസ്സമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നിങ്ങളെപ്പോലെ അല്ലല്ലോ ഞങ്ങൾ, നിങ്ങൾക്ക് അല്ലാഹു കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു തന്നിട്ടുണ്ട്, അപ്പം ഞങ്ങൾ അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളതിൽ സൂക്ഷ്മത പുലർത്തേണ്ട എന്ന അർത്ഥത്തിലാണ് ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ഞാനാകുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ അത്തഖാക്കും ലില്ലാഹ് വ അഅലമുക്കും ബില്ലാഹ്. എനിക്കാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറിയാവുന്നത്, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ
അങ്ങനെ ഭയപ്പെടുന്ന ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തഖ്വക്കെതിരല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അത് തഖ്വക്കെതിരല്ല. പക്ഷേ പല ആളുകളും വിചാരിക്കുന്നത് അവരുടേതായ ഒരു പ്രത്യേക സൂക്ഷ്മത, വസ്വാസ്, ഇബാദത്തിൽ അതൊന്നും കൊണ്ടുവരാൻ പാടില്ല. അതേപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ ഉമർ ഇബ്നു അബീ സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, നോമ്പുകാരനായിരിക്കെ ഒരാൾക്ക് ഭാര്യയെ ചുംബിക്കാമോ? അപ്പോൾ തൊട്ടടുത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉണ്ട്, നബിയുടെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരോട് ചോദിക്കൂ. അപ്പോൾ അവർ പറഞ്ഞു, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ഞങ്ങളെ ചുംബിക്കാറുണ്ട്. അപ്പോൾ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ, നിങ്ങൾ ഞങ്ങളെപ്പോലെയല്ലല്ലോ, നിങ്ങൾക്ക് അല്ലാഹു എല്ലാം പുറത്ത് തന്നിട്ടില്ലേ, ഞങ്ങളത് ചെയ്യുമ്പോൾ അതൊരു തെറ്റാണ് എന്നുള്ള നിലക്ക് അദ്ദേഹം പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും അധികം എങ്ങനെയാണ് റബ്ബിനെ സൂക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ മാതൃക. അപ്പോൾ ആ നിലക്ക് സ്വന്തം വസ്വാസുകളുടെ അടിസ്ഥാനത്തിലോ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ല ഇബാദത്തുകളെ കാണേണ്ടത്. എല്ലാറ്റിലും നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് തന്നെ നബിയുടെ കൂടെ ഒരു റമളാൻ എന്ന ഈ പ്രോഗ്രാം നമ്മൾ തിരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു റമളാനിൽ, നബിയുടെ നോമ്പ് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കി നമ്മളത് ഫോളോ ചെയ്യുക. അതിലാണ് ഒരു സമ്പൂർണ്ണത. അതുകൊണ്ടാണ് നമ്മളിത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. ഉസ്താദ് പറഞ്ഞല്ലോ, ഈ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അധികം ഇബാദത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു എന്ന്. അതെ അതെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നോമ്പിനോടുള്ള സമീപനം? മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചിപ്പിച്ച സംസാരത്തിൽ അള്ളാഹുവിന് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്ത വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പം നബി നോമ്പിനെ എങ്ങനെ കണ്ടു? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം പല ആളുകൾക്കും നോമ്പ് എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രയാസമാണ്. കാരണം പട്ടിണി കിടക്കണമല്ലോ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, പല കാര്യങ്ങളും നോമ്പിൻ്റെ പകലിൽ അനുവദനീയമല്ല. അപ്പോൾ ചിലരെങ്കിലും അതിനെ ഒരു പ്രയാസത്തോടു കൂടി കാണുന്നവരുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. മാത്രമല്ല, നമ്മൾ പഠിക്കേണ്ട ഒരു തത്വമുണ്ട്. ഏത് ഇബാദത്തും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട റുക്നുകളിലൊന്ന് ആ ഇബാദത്തിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടാവണം, ഒരു മഹബത്ത് ഉണ്ടാകണം, സ്നേഹമുണ്ടാകണം. വെറുപ്പോടുകൂടി, ഇഷ്ടക്കേടോടുകൂടി ഒരു ഇബാദത്ത് ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഏത് ഇബാദത്തിനെയും സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റെല്ലാ ഇബാദത്തുകളെയും പോലെ നോമ്പിനെയും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു. ചില ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കുന്ന ആ കണ്ടിന്യൂറ്റി കാണുമ്പോൾ നബി ഇനി ഒരു ദിവസവും നോമ്പ് നോൽക്കാതിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു എന്നാണ്. നബിയെ നോമ്പ് ഉപേക്ഷിക്കുകയില്ല എന്ന് തോന്നുമാറ് കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് നോൽക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ നോൽക്കുന്ന സുന്നത്ത് നോമ്പുകളൊക്കെ ആര് നോറ്റതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റതാണ്. തിങ്കളാഴ്ച, വ്യാഴാഴ്ച നോമ്പുകൾ, അയ്യാമുൽ ബീളിൻ്റെ നോമ്പുകൾ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാക്കിയതാണ്. ശഅബാൻ മാസത്തിൽ ഏകദേശം മുഴുവനായി കുറഞ്ഞ ദിവസങ്ങളൊഴികെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിൽ നോമ്പ് നോറ്റിരുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, വ അന ഉഹിബ്ബു അൻ തുർഫഅ അമലി വ അന സായിമുൻ. എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഞാൻ നോമ്പുകാരനായിരിക്കെ ഉയർന്നു പോകുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലേക്ക് തൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായിക്കൊണ്ടത് ഉയർത്തപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോൾ അവിടെയുള്ള യഹൂദന്മാർ ആശൂറ നോമ്പ് നോൽക്കുന്നു. അപ്പോൾ അതിൻ്റെ വജീഹ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പ് നോൽക്കുകയും ആ നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. യഹൂദരിൽ നിന്ന് വ്യത്യസ്തരാവാൻ വേണ്ടി മുഹറം 9 ഉം 10 നോൽക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള ധാരാളം സുന്നത്ത് നോമ്പുകൾ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോമ്പിനോടുള്ള ആ ഇഷ്ടത്തെ കാണിക്കുകയാണ്. ഒരിടയിലും ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു നോമ്പിൻ്റെ ഒരു മഹത്വം എന്താണ് പൊതുവെ? അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ അങ്ങേറ്റം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചു നോമ്പിൻ്റെ ഒരു മഹത്വം. അബൂ ഉമാമ റളിയല്ലാഹു തആല അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു നല്ല അമൽ പറഞ്ഞു തരണം സ്വർഗ്ഗത്തിൽ പോകാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹ്. താങ്കൾ നോമ്പ് നോൽക്കണം, അതിന് പകരം നിൽക്കുന്ന മറ്റൊന്നില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും നൽകുന്ന മറുപടി നോമ്പ് നോൽക്കാനാണ്.
മൂന്നാമതും അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം വേറെ വേറെയാണ് ചോദിക്കുന്നത്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പിന് തുല്യമായി നിൽക്കുന്ന ഒന്നുമില്ല. എന്നിട്ട് നമുക്ക് ആ റിവായത്തിൽ കാണാം, പിന്നീട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരുവിധം എല്ലാ ദിവസവും നോമ്പ് നോറ്റിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാചകം ചെയ്തിരുന്നത് വല്ല ഗസ്റ്റുകളും വന്നാലാണെന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. കാരണം നബിയുടെ ആ വസിയ്യത്ത് അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം നോമ്പിൻ്റെ ഫളായിലുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നിരുന്നു സ്വഹാബികളോട്. നോമ്പുകാരൻ്റെ വായ കസ്തൂരിയുടെ മണമാണ്. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ, മറ്റൊന്ന് റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ. അതേപോലെ തന്നെ ആദം സന്തതികളുടെ മുഴുവൻ അമലുകളും അവർക്കുള്ളതാണ്. എന്നാൽ നോമ്പൊഴികെ, കാരണം മറ്റ് അമലുകളൊക്കെ 10, 700 ഇരട്ടിയാണ്. പക്ഷേ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസൗമുലി വ അന അജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ അളവറ്റ പ്രതിഫലം നോമ്പിനുണ്ട്. അതേപോലെ തന്നെ ഒരു ദിവസം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അയാൾ അകറ്റപ്പെടും. നോമ്പ് നോൽക്കുന്നതിലൂടെ ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. റയ്യാൻ എന്ന കവാടം സ്വർഗ്ഗലോകത്തുണ്ട്, അത് നോമ്പുകാർക്ക് മാത്രമുള്ളതാണ് എന്നിങ്ങനെ തുടങ്ങി നോമ്പിൻ്റെ ഫളായിലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു, നോമ്പിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നാമും ആ പ്രവാചകനെ മാതൃകയാക്കുന്ന നമ്മളും നോമ്പിനെ സ്നേഹിക്കാനും സാധിക്കുന്നത്ര നോമ്പ് നോൽക്കാനും ശ്രമിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്, സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ റമദാനിൻ്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയ ഒരു ഘട്ടമുണ്ട്. അതെ, അതിൻ്റെ ഒരു ചരിത്രം ഒന്ന് വിശദീകരിക്കും. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നല്ല ചോദ്യമാണ്. അഥവാ റമദാൻ, നമുക്കറിയാം ഇസ്ലാമിലെ പല ഇബാദത്തുകളും ഘട്ടം ഘട്ടമായിട്ടാണ് അത് സ്ഥാപിക്കപ്പെടുന്നത്. ഒരു 2, 3 അതല്ലെങ്കിൽ 4 ഘട്ടങ്ങൾ ഇതിനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ആദ്യം നിർബന്ധമാക്കപ്പെട്ടത് ആഷൂറ നോമ്പാണ്. ആഷൂറ നോമ്പ് നോൽക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നാണുള്ളത്. അപ്പോൾ ആഷൂറ നോമ്പായിരുന്നു ആദ്യം നിർബന്ധമാക്കപ്പെട്ടത്. ഇതാണ് ഒരു ഘട്ടം. പിന്നീട് ഹിജറ 2-ാം വർഷം, ഹിജറ 2-ാം വർഷത്തിലാണ് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 9 റമളാനിലെ നോമ്പ് നോറ്റിട്ടുണ്ട്. 9 റമളാൻ നബിയുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഈ ഹിജറ 2-ാം വർഷം നോമ്പ് നിർബന്ധമാക്കുമ്പോൾ തന്നെ സത്യത്തിൽ സൂറത്തു അൽ ബഖറയിൽ നമുക്ക് കാണാം, വ അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വഅമു മിസ്കീൻ. വളരെ പ്രയാസപ്പെട്ടാണ് നോമ്പ് നോൽക്കാൻ സാധിക്കുന്നതെങ്കിൽ അവർ മിസ്കീനുകൾക്ക് ഫിദിയ കൊടുത്താൽ മതി. അപ്പോൾ സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, ആദ്യകാലത്ത് നോമ്പ് ഒരാൾക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. ഇപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് നോമ്പ് നോൽക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഫിദിയ കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ആയത്തിൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു നേരത്തെ പറഞ്ഞതിന് എന്ത് ചെയ്തു? മൻസൂഖാക്കി, ക്യാൻസൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ എല്ലാവരും നോമ്പ് നോൽക്കണം. ആദ്യത്തെ ഘട്ടം എന്താണ്? ഇഷ്ടമുള്ളവർക്ക് നോമ്പ് നോൽക്കാം, അല്ലാത്തവർക്ക് ഫിദിയ കൊടുത്താൽ മതി. അതൊഴിവാക്കിയിട്ട് എല്ലാവരും നോമ്പ് നോൽക്കണം, യാത്രക്കാരൊഴികെ. അതേപോലെ തന്നെ രോഗികൾക്ക് ഇളവുണ്ട്. പിന്നെ അങ്ങേയറ്റം ഒരു നിലക്കും നോമ്പ് നോൽക്കാൻ പറ്റാത്ത വൃദ്ധരായ ആളുകൾ, അവർക്ക് ഇളവുണ്ട്. പിന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾ, ഗർഭിണികൾ, ഇളവുകളുണ്ട്. പക്ഷെ അവരൊക്കെ നോറ്റ് വീട്ടണം. അതല്ലാത്ത നിലക്കുള്ള ഇളവുകൾ ആർക്കും എന്ത് ചെയ്തിട്ടില്ല? നൽകപ്പെട്ടിട്ടില്ല. എല്ലാവരും നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞു. എന്നിട്ടും അവിടെ നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം, ഇതേ ആയത്തുകളിൽ തന്നെ ആദ്യകാലത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം. അതേപോലെ തന്നെ ഭാര്യമാരെ സമീപിക്കേണ്ടവരും എന്ത് ചെയ്യണം? ഉറങ്ങുന്നതിന് മുമ്പ് ആയിരിക്കണം. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തെ മഗ്‌രിബ് ബാങ്ക് കൊടുത്താലേ ഇതൊക്കെ അനുവദനീയമാവുകയുള്ളൂ. അങ്ങനെ സ്വഹാബികളിൽ പലരും പകൽ മുഴുവൻ അധ്വാനിച്ച് രാത്രിയിൽ വന്ന്, അപ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി ഭാര്യമാർ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്ക് ഇവർ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു. അങ്ങനെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവും. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. പല സ്വഹാബികളും പിറ്റേ ദിവസം, എല്ലാവരുമല്ല പലരും ബോധം കെട്ടുപോയിരുന്നു എന്നാണ്, വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട്. മാത്രമല്ല ചിലരെങ്കിലും രാത്രിയിൽ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. ശരിക്കും പാടില്ല. അതേപോലെ തന്നെ ചിലരൊക്കെ ഭാര്യമാരെ സമീപിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ ബഖറയിലുള്ളത്, അലിമല്ലാഹു അന്നക്കും കുൻതും തഖ്താനൂന അൻഫുസക്കും ഫതാബ അലൈക്കും വഅഫ അൻകും.
ഫൽ ആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും പാടില്ല. പക്ഷേ നിവൃത്തിയില്ലാതെ ചെയ്തു പോവാണ്. അള്ളാഹു എന്ത് ചെയ്തു? അതും ഇളവ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഫജ്ർ വരെ തിന്നോളൂ, കുടിച്ചോളൂ, ഉറങ്ങിയാലും ശരി ഇല്ലെങ്കിലും ശരി, ഫജ്ർ ബാങ്ക് കൊടുക്കുന്നവരെ ഭക്ഷണം കഴിക്കാം, ഭാര്യമാരെ സമീപിക്കാം. ഇതായിരുന്നു പിന്നീടുള്ള ഘട്ടം. അപ്പോൾ ആദ്യം ഇളവ്, പിന്നെ അതിന് കഠിനമായ ഒരവസ്ഥ വന്നു, പിന്നെ വീണ്ടും അതിൽ ഇളവ് വന്നു. ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരവസ്ഥയിലേക്ക് പിന്നീട് മാറി. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഘട്ടം അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ ഘട്ടങ്ങളൊക്കെ വന്നപ്പോഴും സ്വഹാബികൾ അതൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായി എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ആളുകൾ ഇതേപോലെ അസഹനീയമായ സന്ദർഭത്തിൽ ചെയ്തു. അത് റബ്ബ് മനസ്സിലാക്കി അവർക്ക് ഇളവ് നൽകി. എന്നിരുന്നാൽ പോലും സ്വഹാബികൾ നോമ്പിനെ ഇഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല, ഉലമാക്കൾ പറയുന്നത്, അക്ഷരാർത്ഥത്തിൽ നോമ്പിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ വിശപ്പിൽ പോലും ദാഹത്തിൽ പോലും ഒരു തരം ആനന്ദം കണ്ടെത്തിയിരുന്നു. ഉദാഹരണത്തിന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കുന്ന സമയത്ത് പറയുന്ന, അല്ലെങ്കിൽ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, അള്ളാഹുവേ, ഞാൻ ഈ ദുനിയാവിലെ ജീവിതം ദുനിയാവിന് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിനക്കറിയാം. മറിച്ച് ഞാൻ ദുനിയാവിലെ ജീവിതം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതേതൊക്കെ വിഷയത്തിലാണ്? ഒന്ന്, ഇൽമ് നേടുന്ന വിഷയത്തിൽ. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്, ഇൽമ് നേടാൻ. രണ്ടാമത്തത്, നിൻ്റെ മാർഗത്തിൽ നോമ്പ് നോറ്റിട്ട് ദാഹിക്കാൻ വേണ്ടിയും വിശപ്പ് അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നോമ്പിലൂടെ ഉള്ള ആ വിശപ്പിനെ, ദാഹത്തെപ്പോലും ഒരുതരം ഈമാനികമായ ആനന്ദമായി അവർ കണ്ടിരുന്നു. അത്തരമൊരവസ്ഥയിലേക്ക് എത്താൻ നമുക്കും സാധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഘട്ടമെന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് ഉസ്താദ് വിശദീകരിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ റമദാനിൽ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്? അതുപോലെ തന്നെ മറ്റു സഹാബികൾക്ക് ഇതിനെപ്പറ്റിയുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും അവരോട് കൽപ്പിക്കുകയും ചെയ്ത് എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാമോ? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അതായത് നാം കേൾക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ സമാഗതമാകുമ്പോൾ സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു സഹാബികൾ. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പിനോടുള്ള നബിയുടെ ഒരു ഇഷ്ടം നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ സ്വാഭാവികമായും നോമ്പ് നിർബന്ധമാക്കപ്പെട്ട റമദാൻ മാസം കടന്നു വരുമ്പോൾ അതിനോടുള്ള ആ ഇഷ്ടം പിന്നെ പറയേണ്ടതില്ല. മാത്രമല്ല, റമദാനിന് പല പ്രത്യേകതകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനെ സന്തോഷവാർത്ത അറിയിച്ചിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സ്വഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ സമാഗതമായാൽ അത് വരുന്നതിന് മുമ്പ് തന്നെ പറയും, അതാക്കും റമദാനു. അങ്ങനെയാണ് തുടങ്ങുന്നത്, അതാക്കും റമദാൻ, റമദാൻ ഇതാ വന്നിരിക്കുന്നു, ഒരു അതിഥിയൊക്കെ വരുന്നത് പോലെ. എന്നിട്ടാണ് പറയുന്നത് ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായൊരു മാസമാണ്. അപ്പോൾ അതിൻ്റെ ബറക്കത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ മാസത്തിൽ നിങ്ങൾക്ക് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൻ്റെ പ്രത്യേകതകൾ വിശദീകരിച്ചിരുന്നു എന്നാണ്. അഥവാ ഒരു റിവായത്തിലുള്ളത്, ആകാശത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്നിടും. ആകാശത്തിന് എത്ര വാതിലുകളുണ്ട്? ഈ വാതിലുകളൊക്കെ തുറക്കുകയാണ്. എന്തിനാണത് തുറക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉലമാക്കൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ അമലുകളൊക്കെ ആകാശത്തേക്ക് ഉയർന്നു പോകാൻ വേണ്ടി. അതുകൊണ്ട് മറ്റു മാസങ്ങളെപ്പോലെ അല്ല റമളാൻ. ആകാശത്തിൻ്റെ എല്ലാ വാതിലുകളും ഓപ്പണാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയും. കാരണം ചില റിവായത്തിലുള്ളത് റഹ്മത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന, റഹ്മത്തിൻ്റെ വാതിലുകളാണ് തുറക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ അമലുകൾ ഉയർന്നു പോകും, കാരുണ്യം പെയ്തിറങ്ങും. ഈ മാസത്തിൽ കാരുണ്യം പെയ്തിറങ്ങും. അതേപോലെ തന്നെ സ്വർഗത്തിൻ്റെ വാതിലുകളെല്ലാം 8 വാതിലുകളുണ്ട്, ഇതെല്ലാം തുറക്കപ്പെടും. നരകത്തിൻ്റെ 7 വാതിലുകളും അടയ്ക്കപ്പെടും. അതിൽ നിന്നൊന്നും തുറക്കൂല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, ചില ഉലമാക്കൾ പറഞ്ഞത് മലക്കുകൾക്ക്, ആകാശലോകത്തിലുള്ള മലക്കുകൾക്ക് പോലും അള്ളാഹു അറിയിപ്പ് നൽകണമെന്ന്, റമളാൻ വന്നിട്ടുണ്ട്, ഇത് റമളാനാണ്. കാരണം നരകത്തിൻ്റെ വാതിലൊക്കെ ക്ലോസ്ഡാണ്, സ്വർഗത്തിൻ്റെ വാതിലൊക്കെ ഓപ്പണാണ്. എന്താണ്? റമളാൻ വന്നിരിക്കുന്നു. അപ്പോൾ ആകാശലോകത്തും അതൊരു വലിയ സജ്ജീകരണങ്ങളാണ്. ഭൂമിയിലാകട്ടെ പിശാചുക്കളെല്ലാം കെട്ടിയിടപ്പെടും, ജിന്നുകളിൽപ്പെട്ട പോക്കിരികൾ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരുന്നു. എല്ലാ രാത്രിയിലും വലില്ലാഹി വത്തഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല, റമളാനിൻ്റെ എല്ലാ രാത്രിയിലും അള്ളാഹു ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ടെന്നാണ്. മാത്രമല്ല, ഹദീസിലെ ഈ ഒരു വേർഡ്
ഉപയോഗിച്ചുകൊണ്ട് ഉലമാക്കൾ വിശദീകരിക്കുന്നത് റമളാനിലെ രാത്രികൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ്. ഈ മാസത്തിലെ രാത്രികളിലെ ഇബാദത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം ലൈലത്തുൽ ഖദർ രാത്രിയാണ്. അതേപോലെ തന്നെ വലില്ലാഹി ഒത്തക്കാവു മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, രാത്രിയിലാണ് എന്ന് പറഞ്ഞാൽ രാത്രി ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രോത്സാഹനം അതിലുണ്ട്. അതേപോലെ തന്നെ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉത്തരം നൽകപ്പെടുന്നൊരു പ്രാർത്ഥന റമളാനിലുണ്ട്. ഇങ്ങനെ തുടങ്ങി റമളാനിൻ്റെ ഫളായിലുകൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ വരവേറ്റിരുന്നത്. ഒരു ആഘോഷമായിരുന്നു സഹാബികൾക്കിടയിൽ. പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, ആ നിലക്കുള്ള ഒരു ആഘോഷ മനസ്ഥിതി തന്നെ തോന്നുമാറ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ വരവേൽക്കുകയും സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അൽഹംദുലില്ലാഹ്. റമളാൻ സമാഗതമാകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ ഉൾക്കൊള്ളുകയും അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തത് അത് വിശദീകരിച്ചു. അപ്പോൾ അതിന് ആരംഭം എന്ന നിലയ്ക്ക് മാസപ്പിറവി ദൃശ്യമാവുക എന്നത് പ്രധാനമാണ്. ഇപ്പോൾ സമൂഹത്തിൽ പല കാഴ്ചപ്പാടുകളുമുണ്ട്. ചിലർ പറയുന്നത് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചാൽ മതി, ചിലർ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഓരോ സ്ഥലത്തും കാണണം എന്ന് പറയുന്നുണ്ട്. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ സമുദായത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളത്? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഈ വിഷയം നമുക്കറിയാം, സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നതകളുള്ള ഒരു വിഷയമാണ്. സത്യത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചര്യയിലേക്ക് മടങ്ങിയാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ സൂചിപ്പിച്ചതുപോലെ റമളാൻ മാസം ആവണമെങ്കിൽ മാസപ്പിറവി ഉണ്ടാകണം, മാസം തുടങ്ങിയെന്ന് അറിയിക്കണം. മാസം തുടങ്ങി എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് നോമ്പ് ആരംഭിക്കേണ്ടത്? വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സൂമൂ ലിറുഇയതിഹി, നിങ്ങൾ ഹിലാല് കണ്ടാൽ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞാൽ റമളാൻ തുടങ്ങണം. അതേപോലെ തന്നെ വ അഫ്തിറൂ ബിറുഇയതിഹി, റമളാൻ അവസാനിപ്പിക്കേണ്ടതും എങ്ങനെയാണ്? ശവ്വാൽ മാസപ്പിറവി. അപ്പോൾ അവിടെ റുഇയത്ത് കാണണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് പറഞ്ഞു വ ഇൻ ഉമ്മിയ അലൈക്കും, ഇനി മേഘങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ 29, 28 അറബി മാസം എന്തായാലും ഇല്ല, 29ആണ്, 29 നോക്കണം എന്നാണ്. എന്നിട്ട് മാസം ദൃശ്യമാവുകയാണെങ്കിൽ പിറ്റേ ദിവസമാണ് ഒന്നെങ്കിൽ നോമ്പ് അല്ലെങ്കിൽ പെരുന്നാൾ. എന്നാൽ കാണാൻ പറ്റുന്നില്ല, റമളാൻ മാസപ്പിറവി കാണാൻ പറ്റുന്നില്ല മേഘം കൊണ്ട്. എങ്കിൽ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കണക്കിന് നോക്കിയിട്ട് നിങ്ങൾ അത് കണക്കാക്കിക്കോളി എന്നല്ല പറഞ്ഞത്, മറിച്ച് ഫ അക്മിലു ഇദ്ദത സലാസി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ 30 തികയ്ക്കാനാണ് പറഞ്ഞത്. അവിടെ ഉണ്ടോ അല്ലേ എന്നുള്ള വിഷയമല്ല, 30 തികയ്ക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? കാണലാണ് പ്രധാനം എന്നാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ്യ, നമ്മൾ ഉമ്മിയികളായ ഉമ്മത്താണ്. ലാ നക്തുബ് വലാ നഹ്സുബ്, നമ്മൾ എഴുതുകയോ കണക്കാക്കുകയോ ചെയ്യുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശഹറു ഹാക്കദ, മാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചു, എന്നിട്ട് മൂന്നാമത് ഇങ്ങനെ കാണിച്ചു, 29. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇങ്ങനെയാണ്, ഇങ്ങനെ 30. അപ്പോൾ ഒന്നുകിൽ 30 അല്ലെങ്കിൽ 29. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാം എഴുതുന്നില്ല, കണക്ക് കൂട്ടാത്തൊരു സമൂഹമാണ് എന്ന് പറഞ്ഞത് ഏത് വിഷയത്തിലാണ്? പലരും തെറ്റിദ്ധരിച്ചത് ഒരു വിഷയത്തിലും അറിവില്ലാത്ത നിരക്ഷരരായി എന്നും കഴിയേണ്ടവരാണ്, അല്ലെങ്കിൽ ഒന്നും കണക്ക് കൂട്ടാത്തവരാണ് എന്നാണോ? അല്ല, സ്വഹാബികളിൽ എഴുതുന്ന ആളുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്, കണക്ക് കൂട്ടുന്നവരുണ്ടായിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് എന്താണ്? മാസം കാണുന്ന വിഷയത്തിൽ നമ്മൾ കണക്കിന് ആസ്പദമാക്കൂല എന്നാണ് പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അത് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അതല്ലാതെ അവർ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അള്ളാഹു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനങ്ങൾ നിശ്ചയിച്ചതുപോലും എന്തിനാണ്? നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്കാക്കാനും മാസങ്ങളുടെ എണ്ണം കണക്കാക്കാനും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കാലങ്ങളായി അത് അറബികളും അല്ലാത്തവരും ചെയ്തു വരുന്നുണ്ട്. അതിൽ നിന്ന് മക്കയിലെ അറബികൾ വ്യത്യസ്തരൊന്നും ആയിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നത് മാസം കാണുന്ന വിഷയത്തിൽ നമ്മൾ കണക്കിന് ആസ്പദമാക്കൂല, പിന്നെ റുഇയത്തിനെയാണ് ആസ്പദമാക്കുക. കാരണം അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. കണക്ക് തെറ്റിയേക്കാം, അത് ഒരു കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അവർക്ക് തെറ്റിയാൽ എല്ലാവർക്കും തെറ്റുപറ്റും. എന്നാൽ എല്ലാ സാധാരണക്കാർക്കും കാണാൻ പറ്റുന്നതാണ് എന്ത്? റുഇയത്ത്. അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അത് ജനകീയമായിരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാട്. ആ ജനകീയതയെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്.
അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സൗമു യൗമ തസൂമൂൻ, നിങ്ങൾ നോമ്പ് വിൽക്കുന്നത് അന്നാണോ നോമ്പ് തുടങ്ങേണ്ടത്. വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ, എന്നാണോ ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അന്നാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. അതേപോലെ തന്നെ വൽ അദ്ഹാ യൗമ തുളഹൂൻ, ബലിപെരുന്നാൾ നിങ്ങളെന്നാണോ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് അന്നാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്? പൊതുധാരയിൽ നിന്ന് മാറി ചില ആളുകൾ കണക്കിൻ്റെ പിന്നാലെ പോയി ജനങ്ങളൊന്നും നോമ്പ് തുടങ്ങുന്ന അന്നല്ല അവർ നോമ്പ് തുടങ്ങുന്നത്, ഒന്നുകിൽ ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പേ. ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴല്ല അവർ പെരുന്നാൾ ആഘോഷിക്കുന്നത്, എല്ലാം വേറിട്ട് നിൽക്കുകയാണ്. അതല്ല സത്യത്തിൽ പെരുന്നാളിൻ്റെയും നോമ്പിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മജ്മുഅൻ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ഖൈർ. അതുകൊണ്ട് തന്നെ റുഇയയെ, കാഴ്ചയെ അവലംബമാക്കി ഓരോ നാട്ടുകാരും അവരുടെ നാട്ടിലെ കാഴ്ചയെ അവലംബമാക്കി ആ നാട്ടിലുള്ളവർ ഒരുമിച്ച് ആഘോഷിക്കുക. പല പേരും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത്, വേറിട്ട് നിൽക്കുന്നത്, അതൊരിക്കലും ഈ വിഷയത്തിൽ പാടില്ല എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും ചര്യകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൽഹംദുലില്ലാ, റമദാൻ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ നോമ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാമോ? മാഷാ അല്ലാഹ്, ഇത് വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അഥവാ എങ്ങനെയാണ് നോമ്പ് തുടങ്ങേണ്ടത്, അത്താഴം കഴിക്കേണ്ടത്, ആ വിഷയത്തിലൊക്കെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് മല്ലം യുബയ്യിത്തി നിയ്യ ഫലാ സിയാമ ലഹു, രാത്രിയിൽ ആരാണോ നിയ്യത്ത് വെക്കാത്തത് അവർക്ക് നോമ്പില്ല എന്നാണ്. അപ്പോൾ രാത്രി എന്ന് പറയുമ്പോൾ മഗ്‌രിബ് മുതൽ ഫജ്ർ വരെയുള്ള സമയമാണ് ഈ രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ നാളെ നോമ്പ് നോൽക്കും എന്നുള്ള ഒരു നിയ്യത്ത് മനസ്സിൽ ഉണ്ടാവണം. ഒരു ചോദ്യം, അതിൻ്റെ ഒരു രൂപം നമ്മൾ മനസ്സിൽ കരുതേണ്ടതാണ്. അതിൻ്റെ നിയ്യത്തിൻ്റെ ഒരു രൂപം പറയാൻ പറ്റും? നിയ്യത്തിന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല. പല ആളുകളും നവൈത്തു സൗമഗദീൻ എന്നൊക്കെ പറഞ്ഞ് ഇടങ്ങാറാവാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. നാളെ ഫർളായ റമളാനിലെ നോമ്പ് ഞാൻ നോൽക്കും എന്ന് മനസ്സിൽ കരുതലാണ്. കാരണം നിയ്യത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ്. മഹല്ലു നിയ്യത്തി അൽ ഖൽബു, നിയ്യത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഹൃദയമാണ്. മനസ്സിൽ കരുതുക ഈ ഒരു ഘട്ടത്തിൽ. ഇതിന് നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത്താഴം കഴിക്കൽ. അത്താഴം കഴിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമ്മൾ മനസ്സിലാക്കിയേ മതിയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. മാത്രമല്ല യഹൂദന്മാരങ്ങനെ ചെയ്യാറില്ല, അല്ലെങ്കിൽ യഹൂദ ക്രൈസ്തവർ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ അത്താഴം കഴിക്കണം എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന്, യഹൂദ ക്രൈസ്തവരിൽ നിന്ന് വേറിട്ട് നമ്മെ നിർത്തുന്ന ഒരു വിഷയമാണത്. നിങ്ങൾ അവരെ പോലെ ആവരുത് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അത്താഴം കഴിക്കണം, ഒന്ന്. രണ്ടാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക, അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്നാണ്. എന്താണ് അത്താഴം കഴിക്കുന്നതിലെ ബറക്കത്ത്? സത്യത്തിൽ അത്താഴം കഴിക്കുന്നതിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം നോമ്പ് നോൽക്കാനുള്ള ഒരു ഖുവ്വത്ത്, ഒരു ശക്തി നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുള്ളതാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ച ഒരാൾക്ക് അഥവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരാൾക്ക് ഉച്ചയാകുമ്പോഴേക്ക് വിശക്കും, ഭക്ഷണം കഴിച്ച് ശീലമുള്ള ആളുകൾക്ക്. പക്ഷേ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് മഗ്‌രിബ് വരെ വിശക്കാറില്ല, അല്ലെങ്കിൽ ദാഹിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അത് അത്താഴത്തിൻ്റെ ബറക്കത്തിൽപ്പെട്ടതാണത്. അതുകൊണ്ട് തന്നെ വളരെയധികം ബറക്കത്തുള്ളതാണ് അത്താഴം. അത്താഴം കഴിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അത്താഴത്തിൻ്റെ ഒരു പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലൗ ബിജുർഅത്തിൻ മിൻ മാഇൻ, ഒരിറക്ക് വെള്ളം കുടിച്ചെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണം. അപ്പോൾ അത്രയും അതിന് പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴത്തിന് തമ്ർ, ഈത്തപ്പഴം ഉപയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിഅമ സുഹൂറുൽ മുഅ്മിനി അത്തമ്രു, ഒരു മുഅ്മിനിൻ്റെ അത്താഴം അത് ഈത്തപ്പഴമാണെങ്കിൽ അത് എത്ര നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. കാരണം ഈത്തപ്പഴത്തിൽ ബറക്കത്തുണ്ട്, മറ്റു പല നമുക്ക് ശരീരത്തിന് ആരോഗ്യം നൽകുന്ന കാര്യങ്ങളും ഘടകങ്ങളും ഈത്തപ്പഴത്തിലുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ചര്യയായിരുന്നു അത്താഴത്തിന് തൻ്റെ ചുറ്റിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ വിളിക്കും. നമ്മൾ സാധാരണ നോമ്പ് തുറക്കാനാണ് വിളിക്കാറുള്ളത്. അതിൻ്റെ അർത്ഥം ഇനി അത്താഴം കഴിക്കാൻ വേണ്ടി ആളുകളെ വിളിക്കണം എന്നല്ല. നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി അതിൽ നമ്മുടെ ചുറ്റിലും ഉള്ള ആളുകളെ കൂട്ടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് ഹലുമ്മു ഇലാ ഗദാഇൽ മുബാറക്,
അനുഗ്രഹീതമായ ഈ ഭക്ഷണത്തിലേക്ക് വരൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരെ വിളിക്കാറുണ്ടായിരുന്നു. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, തസഹറന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിച്ചു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിൻ്റെ കൂടെ അത്താഴം കഴിച്ചിരുന്നു. അതൊരു നല്ല ചര്യയാണ്. അതും നമ്മൾ അതിൽ പ്രത്യേകം മനസ്സിലാക്കുക. മാത്രമല്ല അത്താഴത്തെ പിന്തിപ്പിക്കണം. അത്താഴത്തെ അങ്ങേയറ്റം പിന്തിപ്പിക്കുക എന്നുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നോമ്പ് തുറക്കൽ സമയമായാൽ പെട്ടെന്ന് ധൃതി വെക്കണം. അത്താഴം എന്ത് ചെയ്യണം? ഫജറിൻ്റെ സമയത്തേക്ക്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ അദ്ദേഹം ഞങ്ങൾ നബിയുടെ കൂടെ അത്താഴം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്, എത്രയായിരുന്നു ആ സമയം? ഫജറിനും അത്താഴത്തിനും ഇടയ്ക്കുള്ള ആ സമയം എത്രയായിരുന്നു? അദ്ദേഹം പറഞ്ഞത് ഖദറു 50 ആയാണ്, 50 ആയത്തോതുന്ന സമയമായിരുന്നു എന്ന് പറഞ്ഞാൽ 50 ആയത്തോതാനുള്ള സമയം പല ഉലമാക്കളും പറഞ്ഞത് ഏകദേശം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം 15 മിനിറ്റ്. ബാങ്കിൻ്റെയും അത്താഴത്തിൻ്റെ ഇടയിലുള്ളൊരു സമയമാണ്. അതല്ല ഈ ഒരു 10 മിനിറ്റിൻ്റെ ഇടയിലാണ് അത്താഴം കഴിക്കേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതായത് അത്താഴം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അവിടെ ഒരു പ്രത്യേക പോയിൻ്റ് ഉലമാക്കൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവിടെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് 50 ആയത്തോതാനുള്ള സമയം എന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതുൽ ബാരിയിൽ പറയുന്നുണ്ട്, അറബികൾ പൊതുവേ സമയം കണക്കാക്കിയിരുന്നത് പ്രവൃത്തിയുടെ ഒരു സമയം വെച്ചിട്ടായിരുന്നു. ഉദാഹരണത്തിന് ഒരു ഒട്ടകത്തിൻ്റെ പാല് കറക്കുന്ന സമയം, അതല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന സമയം എന്നിങ്ങനെ അവർ, കാരണം ഇന്നത്തെ മാതിരി വാച്ചും സെക്കൻഡുകളൊക്കെ കറക്റ്റ് നോക്കുന്ന ഒരു രീതിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഓരോ അമലിൻ്റെ ആ ഒരു സമയമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് പറയുന്ന എന്താണ്? 50 ആയത്തോതുന്ന സമയം. അതിൽ 2-3 പോയിൻറ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ സമയം മുഴുവൻ അവർ ഇബാദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും ഖുർആനിൻ്റെ ഖിറാഅത്തിന്. റമളാൻ മാസം കൂടിയാണ്. അവർ ആ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്തിരുന്നു? ഖുർആനായത്ത് ഓതിയിരുന്നു. അപ്പോൾ അത്താഴം കഴിച്ചിട്ടും അവരെന്താ ചെയ്യുന്നത്? ഖുർആൻ ഓതാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതോടൊപ്പം ഖുർആനിനോടുള്ള അവരുടെ ഒരു സ്നേഹവും ഖുർആനിനെ അവർ എത്രമാത്രം പരിഗണിച്ചിരുന്നു എന്നതുമൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പിൻ്റെ സ്റ്റാർട്ടിങ് ഈ രൂപത്തിലായിരുന്നു. നബിയുടെ അത്താഴത്തിലെ നബിയുടെ ചര്യകൾ ഇതായിരുന്നു. പിന്നെ അവിടെ പ്രത്യേകം ഞാൻ എൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഒരാൾ ജനാബത്തുകാരനാണെങ്കിൽ അത് നോമ്പ് നോൽക്കുന്നതിന് തടസ്സമല്ല. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം, പല ആളുകളും ജനാബത്തുകാരായി ബാങ്ക് കൊടുക്കും. എഴുന്നേറ്റ് അവർ പിന്നെ വിചാരിക്കുന്ന എന്താണ്? ചിലപ്പോൾ അത്താഴം കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവർ വിചാരിക്കുകയാണ് ഇന്നിനി ഞങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഞങ്ങൾ കുളിച്ചിട്ടില്ല. ആ ധാരണ തിരുത്തണം. കുളിക്കണമെന്നില്ല. അത് ഫജ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷവും കുളിച്ചാൽ മതി. നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിക്കണം. നിസ്കാരത്തിനാണ് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവേണ്ടത്. അപ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകം നമ്മൾ ശ്രദ്ധയിൽ വെക്കുക.